നന്മകൾ തിന്മകൾ അനുഭവിച്ചു ആ ലഭിച്ച ജീവിതത്തിന്റെ ആയുഷിനകത്ത് യേശുവിനെ കർത്താവിനിഷ്ടമായി സ്വീകരിച്ചു വിശുദ്ധ ജീവിതം നയിച്ച് നന്മകൾ തിന്മകൾ അനുഭവിച്ചെങ്കിലും വിശ്വാസം കൈവിടാതെ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് കഴിഞ്ഞ പ്രഭാതം വരെ ജീവിച്ച പ്രിയ സഹോദരി ശരീരത്തെ ഞങ്ങൾ തിരുവെഴുത്തിൻ പ്രകാരം മനുഷ്യ നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കും എന്ന തിരുവെഴുത്തിൻ പ്രകാരം അവന് മണ്ണിനും മണ്ണായും കൂഴിക്ക് കൂഴിയായും ചാരത്തിന് ചാരമായും ഞങ്ങൾ ഭൂമി ദാനം ചെയ്യുന്നു. ദാനിയേലേ നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനങ്ങൾ ഓഹരി പ്രാപിക്കാനായി എഴുന്നേറ്റ് വരുമെന്ന് തിരുവെഴുത്തിൻ പ്രകാരം. ആമേൻ. പ്രിയ നിവാസിയെ, അന്ത്യകാഹളനാദം ധ്വനിക്കുമ്പോൾ അടുത്ത ഉയർപ്പിന് വേണ്ടി എഴുന്നേറ്റ് വരേണ്ടതിന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ ഒരുമിച്ച് ദൈവം ചേർന്ന് ശരീരത്തെ ഇവിടെ സംസ്കരിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിച്ച് ഞങ്ങളെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുന്നതാണ് സ്വർഗത്തിന് ഒരു മുതൽക്കൂട്ടായി മാറിയതിനാൽ അവരുടെ പ്രത്യാശ കൈവിടാൻ യേശുവിനെ തള്ളി പറയാൻ ഉപദേശം വിട്ടുപോകാതെ ട്രാക്ക് വിട്ടുപോകാതെ ആ ട്രാക്കിൽ തന്നെ ഓടി അവരുടെ ഓട്ടം ദൈവപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. അത് ഞങ്ങൾക്കൊരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അത് ഞങ്ങളും കർത്താവ് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. അവരുടെ മനസ്സിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ 2 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ സഹോദര കുടുംബങ്ങളെ, തലമുറകളെ, സഭയെ, ദൈവദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ പ്രാണപ്രിയന്റെ വരവിൽ ഞങ്ങൾക്ക് അവരെ കാണാമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ മണ്ണിനെ അവരെ ദാനം ചെയ്തിരിക്കുകയാണ്. അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു അപശബ്ദങ്ങളും ആരുടെ മേലും ഒരിടത്തും പ്രവർത്തിക്കാതെ ഞങ്ങൾ ഭൂമിക്കും അധികാരമുള്ള അതേ നസ്രയനായ യേശുവിന്റെ നാമത്തിന് ആവിധമായിരിക്കുന്ന പോരുകളോട് ഞങ്ങൾ തർജ്ജനം ചെയ്തുകൊണ്ട് അവിടുത്തെ ദൂതന്മാരെ കാവലാക്കിയിരിക്കുന്നതിനായി ഇപ്പോൾ ഞങ്ങൾ തിരികെ കൃപ കൊണ്ടിരുന്നു. വീണ്ടും ഓർത്ത് യേശു ഞങ്ങളെ കാട്ടി പ്രാർത്ഥിക്കുന്നതാവേ കേൾക്കുന്നവരാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാ ദൈവത്തിന്റെ സഹവാസം ഇവരോട് ഈ കുടുംബത്തോട് സകല വിശുദ്ധന്മാരോട് ഇന്നും വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. അതിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാ സഹകരിച്ച ബന്ധുക്കൾ, ദൈവദാസന്മാർ, നാട്ടുകാർക്ക് നന്ദി പറയുന്നു. തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ